الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാനിലെ ഓരോ മിനിറ്റുകളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു വമ്പിച്ച അവസരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കണേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിലേക്കുള്ള കരുതിവെപ്പ് നടത്തേണ്ടുന്ന അവസരമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് കിട്ടിയ ഈ അവസരം വളരെ പെട്ടെന്ന് അവസാനിക്കും. റമളാൻ എന്ന് മാത്രമല്ല, കാലം തന്നെ ഒരു വർഷം ഒരു മാസത്തിന്റെ ദൈർഘ്യവും, ഒരു മാസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യവും, ഒരാഴ്ചക്ക് ഒരു ദിവസത്തിന്റെ ദൈർഘ്യവും വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സമയം തീർന്നു പോവുകയും അവസാനം നമുക്കതൊരു ഖേദമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ പരമാവധി ഈ ഒരു നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തണേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അല്ലാഹുവേ, ഒരാൾക്ക് നീ നരകത്തിലേക്ക് പ്രവേശനം കൊടുത്താൽ അവരാണ് ഏറ്റവും വലിയ പരാജിതൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ജയവും പരാജയവും ഒക്കെ നമ്മുടെ കൈകളിലാണുള്ളത്. അതിനെ ഉപയോഗപ്പെടുത്താൻ, നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തി വിജയിയാവാനും തിന്മയിലേക്ക് ഉപയോഗപ്പെടുത്തി പരാജിതനുമാവാനുള്ള അവസരം ഈ ഭൂമിയിൽ നമുക്കുണ്ട്. അപ്പൊ അത് വേർതിരിച്ചു മനസ്സിലാക്കി ഏതിന്റെ വഴിയാണ് ശരി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കിട്ടുന്ന ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട്. ഒരു മനുഷ്യൻ കഴിഞ്ഞുപോയ നിമിഷങ്ങളെ കുറിച്ച് സങ്കടപ്പെടുന്ന, യാചിക്കുന്ന, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി റബ്ബിനോട് യാചിക്കുന്ന ഒട്ടേറെ അവസരങ്ങൾ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യാ ലൈതനി
ഖദ്ദംതു ലി ഹയാതി. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ സങ്കടപ്പെടുകയാണ്. അള്ളാഹുവേ, എന്റെ ജീവിതകാലത്ത് ഞാൻ മുൻകൂട്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവേ, ഒരു നിമിഷാർദ്ധത്തിലേക്ക് എന്നെ നീ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ? എന്തിനാണ്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അള്ളാഹുവേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സ്വതക്ക കൊടുക്കാം, ഞാൻ സ്വാലിഹായി ജീവിക്കാം അല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ യാചിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നോക്കാൻ വേണ്ടി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു. അവരിൽ ഒരാൾക്ക് മരണം കടന്നു വരുമ്പോൾ ഖാല റബ്ബി ഇർജിഊൻ. അവനതാ പറയും, അല്ലാഹുവേ, എന്നെ ഒന്ന് മടങ്ങാൻ അനുവദിക്കുമോ ജീവിതത്തിലേക്ക്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനാണ്, അതിനെനിക്കൊരു അവസരം കൂടി തരുമോ എന്ന് മനുഷ്യൻ അള്ളാഹുവിനോട് യാചിക്കുന്ന സന്ദർഭം. ഇങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കുന്നത് ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ തിന്മകൾ മാത്രമാണ് നമ്മുടെ ഏടുകളിൽ ഉള്ളതെങ്കിൽ ഇത്തരത്തിൽ പരാജിതരായി പോകുന്ന ഒരു സാഹചര്യം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു ബനി ആദമ ഖത്താഉൻ. എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. തെറ്റ് ചെയ്യുന്ന പ്രകൃതമാണ് മനുഷ്യന്റേത്. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. എന്നാലോ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമനായ വ്യക്തി എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചു, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തീർച്ചയായും മനസ്സ് നിങ്ങളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മ ചെയ്യാനാണ്, നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിനെ പടച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ആത്മാർത്ഥമായി നിങ്ങൾ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങണേ എന്ന് വിശുദ്ധ ഖുർആൻ ആരോടാ പറയുന്നത്? കള്ളുകുടിയന്മാരോടല്ല, വ്യഭിചാരികളോടല്ല, മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണേ എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ അവസരങ്ങളിൽ ഏറ്റവും പ്രയോജനകരമായ, ഏറ്റവും ഫലപ്രദമായ ഒരു അവസരമാണ് നമുക്ക് ഇനി. ഇങ്ങനത്തെ ഒരു അവസരം ഇനി നമുക്ക് കിട്ടാനില്ല. എല്ലാ രംഗവും ശാന്തമായി റബ്ബിന് വേണ്ടി കീഴൊതുങ്ങുന്ന നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ പള്ളികളും അതിന്റെ മിനാരങ്ങളും ഒക്കെ നന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ ഇനി ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞുപോയ ഇന്നലകളിലെ വേണ്ടാധീനങ്ങളെ റഹ്മാനായ റബ്ബിനോട് കേണപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ മറച്ചു വെക്കണേ, അത് പുറത്തു തരണേ എന്ന് പറയലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ദുആ ചെയ്ത ഒരു കാര്യം ഇവിടെ വെച്ചുകൊണ്ട് പലകുറി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മദീനത്തെ മിമ്പറിലേക്ക് ചവിട്ടാനൊരുങ്ങുമ്പോൾ ആകാശ ലോകത്തിരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റമളാനായിട്ടും ഒരാൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ കൊടുത്തിട്ടില്ലെങ്കിൽ, പാപമോചനത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുകയും പറ മുഹമ്മദേ ആമീൻ എന്ന് എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, പകലിലെ നോമ്പിന്റെ സമയം എത്രയാണ്, രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയം എത്രയാണ്, അതിന്റെ ഏതെങ്കിലും ഒരു അംശത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് റബ്ബിനോടൊന്ന് സ്വകാര്യമായി കരയാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവസരം നീട്ടിവെച്ചിരിക്കുകയാണ്. തൗബയുണ്ടോ നിന്റെ അടുക്കൽ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് കറകറ ശബ്ദം വരുന്നത് വരെ, നമുക്ക് ആ പദപ്രയോഗം അറിയാം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ തൗബക്ക് സമയമുണ്ട്. അതുവരെ റഹ്മാനായ റബ്ബ് കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പറഞ്ഞില്ലേ, രാത്രിയുടെ ആ ഒരു അന്ത്യയാമമാകുമ്പോൾ അല്ലാഹു താഴെ ആകാശത്തേക്ക് അവന്റെ കൈ നീട്ടിയിടുന്നു. എന്തിനാണത്? ആരുണ്ട് എന്നോട് അല്ലാഹ് പുറത്തു തരണേ എന്ന് ചോദിക്കുന്നവർ ആരുണ്ട് എന്ന് നോക്കാൻ. അല്ലാഹുവേ മായ്ച്ചു കളയണേ, ലോകരാരും അറിയരുതേ അല്ലാഹ് എന്ന് പറയുന്നവർ ആരുണ്ട് എന്ന് നോക്കാൻ താഴെ ആകാശത്തേക്ക് എല്ലാ രാത്രിയുടെ അവസാനത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ എളുപ്പമാണ് തൗബ. എന്താണ് തൗബയുടെ നിബന്ധനകൾ? പണ്ഡിതന്മാര് പറഞ്ഞു, ചെയ്ത തെറ്റിലുള്ള ആത്മാർത്ഥമായ ഖേദം, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം, ചെയ്തു പോയതൊക്കെ അരുതായ്മകളാണ് എന്നുള്ള ബോധ്യം. നാലാമത് ഒന്നുകൂടി പറഞ്ഞു പണ്ഡിതന്മാര്, മഖ്ലൂക്കുകളുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ അത് പൊരുത്തപ്പെടിക്കൽ കൂടി കഴിഞ്ഞാൽ അതോടുകൂടി തൗബ അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിന് നമ്മൾ ഒരുക്കമുണ്ടോ എന്നുള്ളതാണ് റഹ്മാനായ റബ്ബ് നമ്മളെ നോക്കുന്നത്. നിങ്ങൾ നോക്കൂ, അള്ളാഹ്ക്ക് എത്ര സന്തോഷമുണ്ട് എന്നറിയാമോ? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ പറഞ്ഞു തന്നത്. തന്റെ ഭക്ഷണവും തന്റെ എല്ലാം ഒരു ഒട്ടകപ്പുറത്ത് വെച്ചുകൊണ്ട് ഒരാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ ഒട്ടകം എന്ത് ചെയ്തു? ഇയാളുടെ കൈകളിൽ നിന്ന് കയറ് പൊട്ടിച്ച് ഓടിപ്പോയി. അങ്ങനെ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി മറ്റൊരു മാർഗവും തന്റെ മുമ്പിലില്ല എന്ന് കരുതി അയാൾ വിഷണ്ണനായിട്ട് ഇരിക്കുമ്പോ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോ അയാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കാണുന്നത് എന്താണ്? ആ നഷ്ടപ്പെട്ടു പോയ തന്റെ ഒട്ടകം തന്റെ മുമ്പിൽ അതാ വന്നു നിൽക്കുന്നു. അയാൾ അറിയാതെ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വർത്തമാനം പറഞ്ഞു, അല്ലാഹുവേ, നീ എന്റെ അടിമ, ഞാൻ നിന്റെ റബ്ബ് എന്ന് മാറിപ്പോയതാണ്. ആ സന്തോഷത്താൽ അയാൾ വാക്ക് മറിച്ചു പറഞ്ഞുപോയി എന്നുള്ളതാണ്. അത്രമേൽ സന്തോഷമുണ്ട് റഹ്മാനായ റബ്ബിന്. ഒരടിമ അല്ലാഹ് എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും രഹസ്യത്തിലും പരസ്യത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മകളെ പടച്ചവനെ, അത് ആഖിറം ലോകത്തിലേക്ക് നീക്കി വെക്കല്ലേ അല്ലാഹ്, അതിനെ മറച്ചു വെക്കണേ എന്ന് പറയുമ്പോ അബദ്ധത്തിൽ പറഞ്ഞുപോയ അടിമയുടെ വാക്കില്ലേ, അല്ലാഹ് നീ എന്റെ അടിമ, ഞാൻ നിന്റെ റബ്ബ് എന്ന് സന്തോഷത്തിൽ പറഞ്ഞില്ലേ, ആ ഒരു അത്രമേൽ സന്തോഷം റഹ്മാനായ റബ്ബിനുണ്ട് എന്ന് പറയുമ്പോ ഒരായത്തിൽ എന്താ പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഒരിക്കലും സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. റബ്ബിനോട് പറഞ്ഞു, എത്ര തെറ്റുണ്ടെങ്കിലും പറഞ്ഞു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അവൻ അങ്ങേയറ്റം ദയാലുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് ഒരു കഥ പറഞ്ഞു. മുൻപ് കഴിഞ്ഞുപോയ ഉമ്മത്തിൽ സംഭവിച്ചതാണ്. 99 മനുഷ്യന്മാരെ കൊണ്ടുപോയ, പ്രാണികളെയല്ല ജന്തുക്കളെയല്ല, തന്നെ പോലെയുള്ള ഇരുകാലിയായ മനുഷ്യന്മാരെ 99 ആളെ കൊന്നു. അപ്പോഴോ ആ മനുഷ്യൻ ഒരു തൗബക്കൊരാഗ്രഹം, ഒന്ന് മടങ്ങണം. അപ്പോഴോ ആലിമെന്നു കരുതിയ ഒരാളോട് ചോദിച്ചു, എനിക്ക് പശ്ചാത്താപമുണ്ടോ? എനിക്കിനി മടങ്ങാനുള്ള ഒരു അവസരമുണ്ടോ? അയാൾ പറഞ്ഞു, ഈ 99 ആളെ കൊന്നില്ല, നിനക്കെന്തു പശ്ചാത്താപമാണുള്ളത്? നിനക്കൊരിക്കലും പശ്ചാത്താപമില്ല. അയാളെയും വധിച്ചു 100 തികക്കുന്നു. ആ ഉത്തരം പറഞ്ഞ ആളെയും വധിച്ചുകൊണ്ട് 100 തികക്കുന്നു. വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. അയാളോട് പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, എന്ത്, ഒരിക്കലും നിനക്ക് എന്തില്ല,
തൗബയില്ല എന്നല്ല പറഞ്ഞു, നിനക്ക് പശ്ചാത്താപമുണ്ട്. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ജീവിക്കുന്ന ഈ നാടുണ്ടല്ലോ, ആ നാടാണ് നിന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ സാഹചര്യമാണ് നിന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും ഈ നാട്ടിൽ നീ താമസിച്ചുകൂടാ. എന്നിട്ടൊരു നാട് പറഞ്ഞു കൊടുക്കുന്നു, അവിടെ നല്ലവരായ മനുഷ്യന്മാരുണ്ട്, അവരോടൊപ്പം നീ ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ അയാള് സന്തോഷത്തിൽ ആ നാട് വിട്ടു പോവുകയാണ്. ആ നാട് വിട്ടു പോകുമ്പോഴാണ് അയാൾക്ക് മരണം വരുന്നത്. അയാള് മരണം വരുമ്പോ മലായിക്കത്തുകൾ റഹ്മത്തിന്റെയും അദാബിന്റെയും മലക്കുകൾ തമ്മിൽ തർക്കമായി. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു 100 ആളെ കൊന്ന വ്യക്തിയാണ്, ഇയാൾ നരകാവകാശിയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു അല്ല, ഇയാള് എല്ലാം തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു വ്യക്തിയാണ്, ഇയാള് തൗബയുള്ള വ്യക്തിയാണ്, ഇയാള് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനം പറയുന്നു, ഏത് നാടിനോടാണ് അയാൾ അടുത്തു നിൽക്കുന്നത്, അയാൾ അവിടുത്തുകാരനാണ്. അയാൾ അവിടുത്തുകാരനാണ്. അളവ് നോക്കുമ്പോ അയാൾ നല്ല ഒരു ജീവിതം ആഗ്രഹിക്കണം, അവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന നാടിനോടാണ് അടുത്തു നിൽക്കുന്നത്. അയാൾ അവിടുത്തുകാരനാണ്. റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ എന്താ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഏത് കൊള്ളരുതായ്മകളും ഇനി ഒരിക്കലും മടങ്ങുകയില്ല അതിലേക്ക്. അള്ളാഹുവെ പറ്റിപ്പോയി, പറ്റരുതായിരുന്നു, സംഭവിച്ചു പോയി, പടച്ചവനെ അടങ്ങാത്ത ഖേദമുണ്ട്, ഒരിക്കലും നീ അതിലേക്ക് തിരിച്ചില്ല എന്ന ഒരു ദൃഢനിശ്ചയം തന്റെ അടിമയിൽ നിന്ന് ഉയർന്നു വന്നാൽ അള്ളാഹു പറഞ്ഞല്ലോ, ആരിൽ നിന്നാണ് തൗബ സ്വീകരിക്കുക? ഇന്നമത് തൗബതു, പഠിച്ചു വെക്കണം, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല. ആർക്കാണ് തൗബയുള്ളത്? ഇന്നമത് തൗബതു അലല്ലാഹി, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവർ ഇവരാണ്. ലില്ലദീന, ഒരു കൂട്ടം ആളുകൾ, യഅമലൂന സുഅ ബിജഹാലത്തി, അറിവില്ലാതെ തെറ്റ് സംഭവിച്ചു പോയി, സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ, തീർച്ചയായും അല്ലാഹു അലീമാണ്, ഹകീമാണ്, സർവജ്ഞനാണ് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ടോ തൗബയില്ലാത്ത വിഭാഗം ആരാണ് എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്. നാളെയാവാം, ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി തൗബയുടെ അവസരങ്ങളെ മാറ്റി മാറ്റി വെച്ചു. അവസാനം അവന്റെ മരണം അവന്റെ തൊണ്ടക്കുഴിയിലെത്തി. അപ്പോഴോ ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി ഒരു രക്ഷയില്ല. മലക്കുകൾ തന്റെ കൺമുമ്പിൽ കാണുന്നു, ഇനി ഒരു മടക്കമില്ല എന്ന് അവന് ബോധ്യമായപ്പോൾ അവൻ പറയാണ്, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. ആ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം, ഈ പരിശുദ്ധ റമളാനിൽ നമുക്ക് വേണ്ടി ഒരു സമയമുണ്ടാക്കി, ആ സമയത്ത് ആരുമില്ലാത്ത ഒരു സമയത്ത് നമ്മൾ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അകമഴിഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് റബ്ബിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പുറത്തു തരാൻ വേണ്ടി ഈ റമളാനിൽ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ പറഞ്ഞല്ലോ, റബ്ബിന് വേണ്ടി കരഞ്ഞ കണ്ണുകൾ നമ്മൾ അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കണം. റബ്ബിന് വേണ്ടി കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും മകിടിലേക്ക് പാല് തിരിച്ചു കയറാത്തതുപോലെ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരിക്കലും അസംഭവ്യമാണ്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമളാനിലെ ഒരു സമയം നമ്മളുടെ പശ്ചാത്താപത്തിന് വേണ്ടി നിരന്തരമായിട്ടുള്ള ആ ഒരു തൗബക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന്
നമ്മുടെ പള്ളിപ്പിരിവിൻ്റെ ദിവസമാണ്. എല്ലാ മാസത്തിലെയും ഒരു വെള്ളിയാഴ്ച നമ്മൾ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഫണ്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട്. പരിശുദ്ധ റമദാനാണ്. വിശ്വാസികളൊക്കെ എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വരികയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. ചെലവുകളും കാര്യങ്ങളും മറ്റു മാസങ്ങളെക്കാൾ അപേക്ഷിച്ച് വർധനവുള്ളതാണ്. എന്തായിരുന്നാലും ഒരു ഘനപ്പെട്ട ഒരു സംഖ്യ എല്ലാവരും അതിലേക്ക് സ്വതക്ക ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് 5 തൂണുകളിൽ മേലാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞു, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയാണ്. രണ്ടാമത്തെ കാര്യം ഇഖാമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തലാണ്. മൂന്നാമത്തെ കാര്യം വഈതാഇസ് സകാ, സകാത്ത് നൽകലാണ്. നാലാമത്തെ കാര്യം വൽ ഹജ്ജ്, ഹജ്ജാകുന്നു. അഞ്ചാമത്തെ കാര്യം വസൗമി റമദാൻ, റമദാനിലെ നോമ്പാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഇസ്ലാമാകുന്ന 5 തൂണുകളിൽ ഒരു തൂണ് എന്ന് പറയുന്ന സകാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സകാത്ത് നൽകേണ്ടുന്ന സമ്പത്ത് തന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നൽകുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്? നമ്മുടെ മുതലിലൂടെ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് ജീവിതം ഉണ്ടാകണം, അവർക്ക് ഉപജീവനം ഉണ്ടാകണം, അവർക്ക് വിശപ്പടങ്ങണം, അവർക്ക് താമസിക്കാനുള്ള കൂരകൾ ഉണ്ടാകണം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം, അവരുടെ കടബാധ്യതകൾ കൂട്ടിക്കൊടുക്കണം. 25ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തോട് ചേർത്താണ് സകാത്തിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, 5 നേരം നമസ്കരിക്കുന്ന പണക്കാരായ ആളുകൾ പോലും സകാത്തിന്റെ കാര്യത്തിൽ അത്രമേൽ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ വളരെ പെട്ടെന്ന് അതിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 വ്യവഹാര രൂപങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്വർണവും വെള്ളിയും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതിന്റെ സകാത്ത് വിശദീകരിക്കുന്നു. നമുക്ക് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാനത് ലക 100 ദിർഹം, നിനക്ക് 200 ദിർഹം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നാൽ, വഹാല അലൈഹിമുൽ ഹൗലു, അതിന്റെ മേൽ 1 വർഷം തികയുകയും ചെയ്തു, അഥവാ 1 കൊല്ലം മുഴുവൻ 200 ദിർഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഫഫീഹാ 5 ദറാഹിം, അതിൽ 5 ദിർഹം എന്ന് പറയുന്നത് അത് സകാത്തിന്റെ മുതലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ ദിർഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 200 ദിർഹം വെള്ളി ഉണ്ടെങ്കിൽ അതിന്റെ 5 ദിർഹം എന്ന് പറഞ്ഞാൽ അതിന്റെ 2.5% അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കണക്ക് വെച്ചുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിക്കുകയുണ്ടായി. എന്താണ് 200 ദിർഹം എന്ന് പറഞ്ഞാൽ? അതെങ്ങനെയാണ് നമ്മുടെ അളവിലേക്ക് കൊണ്ടുവരിക? അപ്പൊ നമ്മൾ കാണുന്നത് ഗ്രാമും അങ്ങനത്തെ കാര്യവുമാണല്ലോ. അപ്പൊ പണ്ഡിതന്മാർ അതിനെ കണക്കാക്കി 200 ദിർഹം എന്ന് പറഞ്ഞാൽ 140 മിസ്കാലാണ്. അപ്പൊ 140 മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കാലിന്റെ അളവ് എന്ന് പറയുന്നത് 4.25 ഗ്രാമാണ്. അപ്പോ 140 മിസ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കണക്കിലേക്ക് മാറ്റുമ്പോൾ, ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 595 ഗ്രാം വെള്ളി ആണ് എന്ന് നമുക്ക് കണക്ക് കൊണ്ട് ബോധ്യപ്പെടും. അപ്പൊ 595 ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% അയാൾ സകാത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, 20 ദീനാർ, നിന്റെ കയ്യിൽ 20 ദീനാറുണ്ട്. ഫൈദാ കാന ലക 20 ദീനാറൻ വഹാല അലൈഹൽ ഹൗലു, ആ 20 ദീനാറിന്റെ മേൽ 1 വർഷം തികയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ 20 ദീനാറോ അതിൽ കൂടുതലോ ഉള്ള സ്വർണം നിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫഫീഹാ നിസ്ഫു ദീനാറിൻ, അതിന്റെ 1 ദീനാറിന്റെ പകുതി അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 ദീനാർ എന്ന് പറഞ്ഞാൽ
ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ അത് ഒരു മിത്കാലാണ്. ഒരു മിത്കാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 4.25 ഗ്രാമാണ്. അപ്പൊ 20 ദീനാർ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശത്തിൽ ഉണ്ടായാൽ, അഥവാ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ 10.5 പവനും 1 ഗ്രാമും ഒരാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വാഭാവികമായും ഒരു സംശയം ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളുടെ ഇന്നത്തെ കാലത്ത് സ്വർണമോ വെള്ളിയോ അല്ലല്ലോ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ നാട്ടിൽ കറൻസി അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ കറൻസിക്ക് സക്കാത്ത് ഉണ്ടോ എന്നുള്ളതായിരിക്കും ന്യായമായ ഒരു സംശയം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ഏകോപിച്ച ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ നമ്മുടെ വ്യവഹാരം എന്ന് പറയുന്നത് നമ്മൾ കൊള്ളക്കൊടുക്കുകൾക്ക് ഉപയോഗിക്കുന്നത് കറൻസി ആയതുകൊണ്ട് അതിന് സക്കാത്തുണ്ട്. അപ്പൊ എങ്ങനെയാണ് കറൻസിയുടെ സക്കാത്ത് കണക്കാക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 ഉപാധിയാണുള്ളത്, ഒന്ന് സ്വർണവും ഒന്ന് വെള്ളിയും. അപ്പൊ തീർച്ചയായും നമ്മളുടെ ലക്ഷ്യം എന്താണ്? പാവപ്പെട്ടവന് എന്തു വേണം? സക്കാത്ത് കൊടുക്കണം. അപ്പൊ പണ്ഡിതന്മാരായ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഇതിൽ ഏതാണ് ഏറ്റവും എളുപ്പം നിസാബെത്തുക, അളവെത്തുന്നത് ഏതിലേക്ക് ചേർക്കുമ്പോഴാണ്? അപ്പൊ അത് വ്യക്തമാവാൻ ഒന്നുകൂടി പറയാം. 10.5 പവൻ അല്ലെ 10.5 പവനോ 1 ഗ്രാമോ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ, സ്വർണത്തിലേക്ക് കറൻസിയെ ചേർക്കുമ്പോൾ 7 ലക്ഷത്തോളം, നിലവിൽ ഒരു ഉദാഹരണം പറയാൻ കൃത്യമായി കൊള്ളണമെന്നില്ല, 7 ലക്ഷത്തോളം രൂപ വരണം. അപ്പോഴേ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. എന്നാൽ വെള്ളിയിലേക്ക് ചേർത്തുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ പണം ഏകദേശം ഒരു നമ്മൾ സങ്കല്പിക്കുക ഒരു 65,000 രൂപ എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 65,000 രൂപ ഒരാളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ 2.5% കൊടുക്കണം എന്നാണ് വെള്ളിയുടെ കണക്കുള്ളത്. അപ്പൊ അതിലേക്ക് പണ്ഡിതന്മാർ കണക്ക് പിടിച്ചിട്ടുള്ളത് ഏറ്റവും എളുപ്പം നിസാബെത്തുന്നത് വെള്ളിയിലേക്കാണ്. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ പണം ഒരാളുടെ കൈവശം 1 വർഷം ഉണ്ടായിരുന്നാൽ 595 ഗ്രാം വെള്ളിയുടെ പണം അതോ അതിൽ കൂടുതലോ അയാളുടെ കൈവശം 1 വർഷം ഉണ്ടായിരുന്നാൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് കണക്ക്, വളരെ എളുപ്പവുമാണ് കണക്ക്. നമുക്ക് നമ്മുടെ കൈകളിൽ ഇതിന് സമാനമായിട്ടുള്ള 595 ഗ്രാം വെള്ളിയുടെ പണം 1 വർഷം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, മറ്റൊരു കാര്യം കൂടി ഇതിനോടനുബന്ധമായി സൂചിപ്പിക്കാനുണ്ട്. അതായത് ചില ഉമ്മമാർ, സഹോദരിമാർ, അവർ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ സംശയം? ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമോ? പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ 3 തെളിവുകൾ പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, കുൻതു അൽബസു അല്ലാഹ മിൻ ദഹബി, ഞാൻ സ്വർണത്തിന്റെ ചില വളകൾ ധരിക്കാറുണ്ട്. അപ്പൊ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ, ഇത് കെൻസ് ആണോ പ്രവാചകരെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് മഹദി കെൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. കെൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞ നിധി. ആ കൂട്ടത്തിൽ പെടുമോ പ്രവാചകരെ ഈ സ്വർണത്തിന്റെ വളകൾ എന്ന് മഹദി ചോദിച്ചപ്പോ പ്രവാചകന്റെ മറുപടി എന്താണ്? മാ ബലഗ അൻ തുഅദ്ദി സകാതുഹു ഫസുക്കിയ ഫലൈസ ബികൻസിൻ, ഇതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അതിന് നീ സകാത്ത് കൊടുക്കുന്നുവെങ്കിൽ ഇതൊരിക്കലും കെൻസ് അല്ല. അപ്പൊ എന്തൊന്ന് മനസ്സിലായി? ആഭരണത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്ത് കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ ചില വളകൾ കണ്ടു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, യാ ആയിഷ മാ ഹാദാ യാ ആയിഷത്തു, ആയിഷ എന്താണ് ഈ കൈകളിൽ കാണുന്നത്? മഹദിയുടെ മറുപടി എന്താണ്? സ്വനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഉണ്ടാക്കിച്ചതാണ്, ഇത് ഉണ്ടാക്കിച്ച ആഭരണങ്ങളാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? അതുഅതീന സകാതഹുന്ന, ഇതിന്റെ സകാത്ത് നീ കൊടുത്തിട്ടുണ്ടോ? കുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ആയിഷമ്മ പറയണേ, ഞാൻ പറഞ്ഞു ഇല്ല, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹുവ ഹസ്ബുക്കി മിനന്നാർ, നിനക്ക് നരകത്തിന് ഇത് മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സകാത്തുമായി ബന്ധപ്പെട്ട 3ാമത്തെ ഒരു തെളിവ്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കുകയും
വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കുകയും ചെയ്യുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുക പ്രവാചക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഇതിലും ധരിക്കുന്ന ആഭരണത്തിന് സകാത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഏറ്റവും ഗുണപ്രദമായത്, ഏറ്റവും ഹൈറായത് ധരിക്കുന്ന ആഭരണത്തിന് കൂടി കണക്കാക്കി സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, വിൽപ്പനക്ക് വെക്കുന്ന എല്ലാത്തിനും സകാത്തുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട്, വാഹനം, ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇതിന് സകാത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു വീട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു വാഹനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പറമ്പ് നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതിനൊക്കെയും സകാത്തുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമസ്കാരം എത്രമേൽ പ്രാധാന്യമുണ്ടോ, സകാത്ത് അത്രമേൽ പ്രാധാന്യം. നേരത്തെ പറഞ്ഞല്ലോ, 25ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്ത് സകാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രമേൽ ഗൗരവമാണെന്ന് അറിയാമോ? ഒരാൾ സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പദത്തിന്റെ അർത്ഥം? നമുക്ക് ശുദ്ധിയാണ്, ശുദ്ധീകരണമാണ്. നമ്മുടെ എല്ലാ മുതലിനെയും അതത് കൊടുക്കുന്നതോടുകൂടി ബാക്കിയുള്ള മുതലൊക്കെ ശുദ്ധമാകുന്നു. അത് കൊടുത്തിട്ടില്ലെങ്കിലോ പരലോകത്ത് പിശുക്കി വെച്ചതുകൊണ്ട് അവന് ചൂട് വെപ്പിക്കപ്പെടുന്ന, നമ്മൾ ഇസ്തിരി കൊണ്ട് നമ്മുടെ വസ്ത്രം ചൂട് വെക്കുന്നത് പോലെ ആ ഒരു സ്വത്ത് കൊണ്ട്, സമ്പത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ചൂട് വെപ്പിക്കും എന്ന് പറയുമ്പോൾ എത്രയോ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട്, രോഗങ്ങളെ കൊണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വേവലാതികളെ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, നമ്മുടെ ചേര് നോക്കിയിട്ടല്ല. ഇന്ന് നമ്മുടെ കൈകളിലുണ്ട് ആ സമ്പത്ത്, നാളെയും അത് നമ്മുടെ കൈകളിൽ ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ യാതൊരു അർഹതയുമില്ല. എത്രയോ ആളുകളുടെ, എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രം നമ്മുടെ കൺമുമ്പിലില്ലേ? ഗൾഫ് നാടുകളിലൊക്കെ ഭയങ്കരമായ ബിസിനസ് ചെയ്ത് ഇപ്പോ ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ ആശ്രയത്താൽ ഒരു രോഗം മതി പ്രിയപ്പെട്ടവരെ ഇതൊക്കെ താറുമാറാകാൻ. ഉള്ള അവസരങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അവൻ വീണ്ടും വീണ്ടും വലയും ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സിയാദത്ത് നൽകും എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സകാത്ത് സ്വീകരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഈ പള്ളിക്ക് കീഴിൽ നടക്കുന്നുണ്ട്. നമുക്കൊക്കെ നമ്മുടെ സകാത്തുകൾ കൊടുത്താൽ അതിൽ വീട് വെക്കാനുള്ള ആളുകൾക്ക് അങ്ങനെ, രോഗികൾക്ക് അങ്ങനെ, വിദ്യാഭ്യാസ ചെലവുകൾക്ക് അങ്ങനെ, കടം കൊണ്ട് വലഞ്ഞവൻ അങ്ങനെയുള്ള വിവിധങ്ങളായ രൂപങ്ങളിലേക്ക് അത് കൈകാര്യങ്ങൾ എത്തിപ്പെടും എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു അവസരമായതുകൊണ്ടാണ് റമളാനിൽ സകാത്തിനെ കുറിച്ച് പറയുന്നത്. റമളാൻ എന്ന് പറയുന്നത് സകാത്തിന്റെ മാസമല്ല. പിന്നെയോ റമളാനിൽ സകാത്തിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ സകാത്ത് കണക്കാക്കേണ്ടത് ഒരു വർഷം കണക്കാക്കിയിട്ടാണ്. ഏത് വർഷം? ജനുവരിയോ ഫെബ്രുവരിയോ അല്ല, അറബി മാസം വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ റമളാനിൽ നിന്ന് അടുത്ത റമളാനിലേക്ക് ഞാൻ കണക്ക് വെച്ചു. അപ്പൊ അടുത്ത റമളാനാകുമ്പോൾ ഞാൻ റമളാനിൽ സകാത്ത് കൊടുക്കുന്നു. അതല്ലാതെ റമളാനും സകാത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ടത്തെ ചില ആളുകളൊക്കെ സമൂഹത്തിൽ അള്ളാഹു സമ്പത്ത് നൽകി, പക്ഷെ അതിൽ മതിമറന്നുപോയ ചില മനുഷ്യന്മാരൊക്കെ ചെയ്തു വെച്ച കുറെ കൂപ്രായിത്തരങ്ങളുണ്ട്. എന്ത്? രാവിലെ ഒരു 27-ന്റെ അന്ന് റമളാനിന്റെ 27-ന്റെയോ 17-ന്റെയോ അവസാനത്തെ 10-ന്റെയോ ആ ഒരു ദിവസം നേരത്തെ അയാള് വീടിന്റെ വാതിലുകളൊക്കെ തുറന്നു വെച്ച് സാധുക്കളായ ആളുകൾ ഇങ്ങനെ വരി നിൽക്കും. അപ്പോൾ വലിയ ആളുകൾക്ക് വലിയ നാണയത്വത്തും ചെറിയ ആളുകൾക്ക് ചെറിയ നാണയത്വത്തും നൽകുന്ന ഒരു കോപ്രായിത്തരം, അള്ളാഹുവിനെ വിട്ടിയാക്കുന്ന ചില കളിതമാശകൾ നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല സകാത്ത്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബിനറിയാം നമ്മുടെ കൈകളിൽ എത്രയുണ്ട്, അതിന്റെ അളവെത്ര, അതിന്റെ ശതമാനം എത്ര എന്ന് തന്ന ആൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിൽ നമുക്ക് അവനെ കബളിപ്പിക്കൽ സാധ്യമല്ല. അത് കണക്ക് കൊടുത്ത് മതിയാക്കിയേ അത് പിരിച്ചയച്ചേ മതിയാവൂ. അതല്ലെങ്കിൽ നമ്മുടെ ഖബറിലേക്ക് അത് നമ്മളെ തേടി വരും എന്നുള്ള ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമ്പത്തുണ്ടോ അതിന്റെ കണക്ക് നോക്കി അത് എവിടുന്നാണോ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് കൊടുത്തു തീർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ നാളെ സ്വർഗ്ഗലോകത്ത് നോമ്പുകാരെ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. പരിശുദ്ധമായ ഈ ഒരു മാസത്തിൽ തൗബ സ്വീകരിച്ച് നരകമോചനം സാധ്യമാകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.